ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ എൻ്റെ എക്സാം എല്ലാം കഴിഞ്ഞു. ഇനി ഫുള്ളി ഫ്രീ ആണ്. ബട്ട് നാളെ ഒരു കോളേജ് എക്സാം ഉണ്ട്. അത് സാരില്ല, അത് നമുക്ക് മാനേജ് ചെയ്യാം. അപ്പോൾ എൻ്റെ എക്സാം വ്ലോഗൊന്നും എടുക്കാൻ പറ്റില്ല. ബിക്കോസ് അതൊക്കെ എങ്ങനെ എടുക്കാനാണ് ടെൻഷൻ. പിന്നെ വേറെ കോളേജിലാണ് എക്സാമിന് പോകുന്നത്. അപ്പോൾ എക്സാം വ്ലോഗൊന്നും എടുക്കാൻ പറ്റില്ല. ഞാൻ വിചാരിച്ചെടുക്കണം. പക്ഷേ എൻ്റെ ടെൻഷനും പഠിക്കാനുള്ള ഇതൊക്കെ കാരണം ഫോൺ കൊണ്ട് നോക്കിയിരിക്കാനൊന്നും പറ്റില്ല. അതൊന്നും പറ്റില്ല. ഇനി നമുക്ക് പഠിക്കാം. ഇനി നമുക്ക് ഫ്രീ. ബട്ട് ഇനിയും പ്രാക്ടിക്കലുണ്ട്, കോളേജ് എക്സാം ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ല, അതൊന്നും വലിയ സീനില്ല. പ്രാക്ടിക്കൽ ചെയ്യുന്നുണ്ട്, ജസ്റ്റ് കോളേജ് എക്സാം സീൻ. സോ ഇന്ന് സൺഡേ, ഇന്നലെ ഫ്രീ ആയിരുന്നു, ഇന്ന് ഫ്രീ ആണ്. സോ ഞാൻ ഓർത്തു പിന്നെ വീഡിയോ ഒക്കെ എടുക്കാം. അപ്പോൾ ഞാൻ കുളിച്ചിട്ട് വന്നു. ഇനി ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് സിനിമ കാണണം. കുറേ സിനിമ പെൻഡിങ് ആയിട്ടുണ്ട്, അതെല്ലാം കാണണം. കമ ഗൈസ്, നമുക്ക് ഫുഡ് കഴിച്ചിട്ട് മുടി അയച്ചിടാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ മുടിയൊക്കെ കിട്ടി പോകാം. നല്ല ഫുഡായിരിക്കും, ബിക്കോസ് ഇന്ന് സൺഡേ. സോ ഇന്ന് ഡെയിലി ചപ്പാത്തിയാണ് കിട്ടാറ്. നല്ലതായിരിക്കും. ചില സമയം അവർ കടലക്കറി മാറ്റി കളയും, പ്രശ്നം. പോവാണേ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് എല്ലാവരും എന്നെ നോക്കുന്നത്. ഈ ഫുഡ് കഴിച്ചിട്ട് കാണാം. എനിക്കെപ്പോഴും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതെന്താണെന്ന് എനിക്കറിയില്ല. അതവിടെ തന്നെ ഉണ്ട്. എന്നാലും ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് പുറത്ത് വന്നിരിക്കാം, കുറച്ച് നേരം പുറത്തിരിക്കാം. ഇതാണ് ക്രിക്കറ്റ്, പിന്നെ പന്തിങ് ഇട്ട് കളിക്കുന്ന കളി. അതെന്ത് കളിയാം? ബാസ്കറ്റ് ബോൾ ആണെങ്കിൽ ഇതിൻ്റെ മണ്ടേ കുറിച്ച് കളിക്കും. ഇവർ ചുമ്മാ ഇറങ്ങിയിരിക്കുന്നുണ്ട്. അതിൻ്റെ പേരാണ് കളിക്കില്ല. അത് എല്ലാം ഇവിടെ നടക്കുന്നുണ്ട്. സോ ഞാൻ അതൊക്കെ ഇങ്ങനെ കണ്ടിരിക്കുക വെച്ചാൽ 1 2 3 സൈഡിൽ 3 ആൾക്കാർ ഇങ്ങനെ കാണിച്ചു തരാം. ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ്, രണ്ടാമത്തെ ദോ അവിടെ, മൂന്നാമത്തെ ദൂല അവിടെ. പിന്നെ 3 സെറ്റായിട്ടാണ് ഇവിടെ കളിക്കുന്നത്. അതുകൊണ്ട് എങ്ങോട്ട് എറിഞ്ഞാലും കാണും. ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയ്ക്ക് വല്ല അടി കിട്ടുമോ എന്നുള്ളൊരു പേടിയാണ്. ഞാൻ എന്നിവിടെ വന്നിരുന്നാലും ഒരു ബോളിൽ അവിടെ വരെ വരും, പിന്നെ ഞാനത് തിരിച്ചിട്ട് വെക്കും. അപ്പോൾ തലയ്ക്ക് വല്ല വന്ന് എറിഞ്ഞില്ല, ദൂരേന്ന് 6 അടിച്ച് കഴിഞ്ഞാൽ തലയ്ക്ക് വന്നിരിക്കും. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ചെയ്യാം. സോ കുറച്ച് നേരം ഇവിടെ ഇരിക്കാം. മതി, എനിക്ക് ഹോസ്റ്റലിൽ പോകാം. ഗൈസ്, ഇനി ഹോസ്റ്റലിൽ പോകണം. കുറേ നേരം ഇവിടെ ഇരുന്നു. ഇനി ഹോസ്റ്റലിൽ പോവാം. ഞാൻ ഹോസ്റ്റലിൽ പോവാണ് ഗൈസ്. ഞാൻ റൂമിൽ വന്നു. ഇനി നമുക്ക് പെറ്റ് ഡിറ്റക്റ്റീവ് കാണാനുണ്ട്, ഗേൾ ഫ്രണ്ട് കാണാനുണ്ട്. സോ 2 സിനിമ കാണാം. പിന്നെന്താ, വീട്ടിൽ വിളിക്കണം, ഇതൊക്കെ ചെയ്യും. ഓക്കെ, പഠിക്കാമെന്ന് വിചാരിച്ചു. 5 ചാപ്റ്റർ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളൂ. ബട്ട് 13 ചാപ്റ്റേഴ്സ് ഉണ്ട്. എന്താ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല, പക്ഷെ 13 ചാപ്റ്ററുണ്ട്. ഞാൻ ഓർത്തു പഠിക്കാൻ വേണ്ടി ബുക്കൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചേക്കാണ്. നമുക്ക് പഠിക്കാം. അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചിട്ട് കിടന്നു. പിന്നെ വൈകിട്ട് പഠിക്കാം. അല്ലേ ശരി? ബിക്കോസ് ഒരു കോളേജ് എക്സാം, എന്നാലും നമ്മൾ അങ്ങനെ വിചാരിക്കാൻ പറ്റില്ല, എഴുതി പറ്റും. കുറേ നേരം കൊണ്ട് പഠിക്കാൻ നോക്കാം, പക്ഷെ അങ്ങോട്ട് പറ്റുന്നില്ല. ഞാൻ ഓർത്തു ബിഗ് ബാസ്ക്കറ്റിൽ നിന്ന് എന്തെങ്കിലും ഓർഡർ ചെയ്ത് കഴിക്കാം. അപ്പോഴാണ് അതിൽ ഞാൻ വിചാരിക്കുന്ന സാധനങ്ങളെല്ലാം സോൾഡ് ഔട്ട് ആവും. ആരാണോ അതൊക്കെ മേടിക്കണം. പിന്നെ ഞാൻ ഓർത്തുന്ന പിന്നെ സിനിമ ബാക്കി കാണാം. അപ്പം ഞാൻ ഇന്ന് സിനിമ കാണുമ്പോൾ പെറ്റ് ഡിറ്റക്റ്റീവിൻ്റെ ബാക്കി കാണാം. എടുത്തോ നടക്കുന്നില്ല. പിന്നെ സിനിമ കണ്ടു. നമുക്ക് ഫുഡ് കഴിക്കാം. കഴിച്ചാൽ ഫുഡ് കഴിച്ചു. എന്നിട്ട് ഞാൻ കരുതി കുറച്ച് നേരം ബെഞ്ചിലിരിക്കാം. അകത്ത് നല്ല തണുപ്പ്, പുറത്ത് നിന്ന് വെയിലൊക്കെ കൊള്ളണം. ഇവിടെ ഫുള്ള് പേരൻസ് ഒക്കെയാണ്. എന്തോ അഡ്മിഷൻ എന്തോ നടക്കണമെന്ന് തോന്നുന്നു. ഓക്കെ ഗൈസ്, നമുക്കിനി കുറച്ച് നേരം ഇരിക്കാം. സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഞാൻ ബിഗ് ബാസ്ക്കറ്റിൽ നിന്ന് ഓർഡർ ചെയ്യാൻ നേരത്ത് സ്റ്റോപ്പ് ഔട്ടായി പോയി. പക്ഷേ ഇപ്പം എൻ്റെ റൂമിലുള്ളത് ബ്ലിങ്കിറ്റിൽ നിന്ന് ഓർഡർ ചെയ്തിരുന്നു. അപ്പം ഞാനും പറഞ്ഞു എനിക്ക് വേണം. അങ്ങനെ ഞാൻ എന്തോ ഒരു ലേസും ഒരു പഫ്കോൺ ഓർഡർ ചെയ്തു. അതിപ്പോൾ വരും ഗൈസ്, 18 മിനിറ്റ്സിനുള്ളിൽ വരും. വന്നിട്ട് നമുക്കത് കഴിക്കാം. ലേസ് തൊള്ളി പഫ്കോൺ വന്ന്.
സോ രണ്ടും വന്ന് ലേസും പഫ്കോണും കിട്ടി കേസ് നമുക്കിനി കഴിക്കാം. നമുക്കിനി ചായ കുടിക്കാനുള്ള സമയം 5:50. സോ നമുക്കിനി ചായ കുടിക്കാം. പിള്ളേരെന്തായാലും നമുക്ക് ചായ കുടിച്ചിട്ട് വരാം. ചായ കുടിച്ചു, ബട്ട് എനിക്ക് സ്നാക്സ് ഇഷ്ടമല്ലായിരുന്നു. ബിക്കോസ് സ്വീറ്റ് കോൺ ആയിരുന്നു. കുറച്ച് കഴിച്ചു, എന്നിട്ട് ഞാൻ കഴിച്ചില്ല. ചായ കുറച്ച് കുടിച്ചു, എന്നിട്ട് ഞാൻ വന്നു. മുമ്പത്തെ ലേസിൻ്റെ ബാക്കി പഫ്കോൺ ഇരിപ്പുണ്ട്, അതൊരു കോണാണല്ലോ. സോ അത് കഴിക്കും. ഇനി പഠിക്കണം. പിന്നെന്താ, പഠിച്ച് കഴിഞ്ഞിട്ട് നൈറ്റ് ഫുഡ് കഴിക്കണം, എനിക്ക് കിടന്നുറങ്ങണം, രാവിലെ എക്സാം വേണം. ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ ഗൈസ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇനി താങ്ക് യു ഫോർ വാച്ചിങ്.